ബിസിനസ്സിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നല്ല ഡിമാൻഡുള്ള സമയത്ത് നല്ല പ്രൊഡക്റ്റുകൾ കളക്ട് ചെയ്തിട്ട് നല്ല കച്ചവടം ചെയ്യണം എന്നൊക്കെ പറയും. ശരിക്കും അതേപോലത്തെ ഒരു സംഭവമാണ് എന്ത്, മാർക്കറ്റിംഗ് ആണെങ്കിലും സെയിൽസിലാണെങ്കിലും മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ അപ്പൊ കത്തി നിൽക്കുന്ന ഇൻ ദ സെൻസ് നല്ല റിസൾട്ട് തരുന്ന ഓപ്പർച്യൂണിറ്റികൾ യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിനെ വളർത്തണം എന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യമായിട്ടാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളൊരു മേഖല തന്നെ വന്നിട്ടുള്ളത്. കാരണം അതിന്റെ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു. ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ, പത്രത്തിൽ പരസ്യം കൊടുക്കുക, ബോർഡ് വെക്കുക, ടിവിയിൽ പരസ്യം കൊടുക്കുക. അപ്പൊ അത് ഭയങ്കര ടാർഗറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല, പരത്തി കൊടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ടും എന്താ പറയാ ഡിജിറ്റലി അല്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല എക്സ്പെൻസ് വരും. അവിടെ എക്സ്പെൻസ് കുറയ്ക്കുകയും ടാർഗറ്റ് സ്ട്രോങ് ആക്കുകയും ചെയ്യുന്ന ഒരു അവസരമായിട്ടാണ് ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് വന്നിട്ടുള്ളത്. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചില ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ സാധനം പോലെയാണ്. ശരിക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മേഖലയാണ്. അതിൽ പലതരത്തില് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ആ ബിസിനസ്സിലേക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ, അത് ചിലപ്പോൾ എൻക്വയറി ആയിരിക്കാം, ചിലപ്പോൾ സെയിൽ ആയിരിക്കാം, അതുവരെ എത്തിക്കുന്ന ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. SEO ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഭാഗങ്ങളുണ്ട്. പക്ഷെ അതിലുള്ളൊരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ആദ്യം റിസൾട്ട് ഇല്ലാത്തതുകൊണ്ട് അതിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരുപാട് ബിസിനസ്സിനെ കാണാറുണ്ട്. പക്ഷെ ബിസിനസ് മൈൻഡിൽ നോക്കുമ്പോൾ നല്ല റിസൾട്ട് തരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, അത് മുതലാക്കണം. അതിന്റെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തുകൊണ്ട് എത്ര കാലം ഇത് ഉണ്ടാവുന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ ആ ടൈമിൽ അത് യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിൽ വലുതാക്കാൻ പറ്റണം. പക്ഷെ അതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ക്ലാരിറ്റി കുറവാണ്. പക്ഷെ ക്ലാരിറ്റി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് ക്ലാരിറ്റികൾ ഉണ്ടാക്കാവുന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ അതിന്റെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പേഴ്സണലി ക്ലയൻസിന്റെ മുമ്പിലൊക്കെ ആ ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഏറ്റവും വലിയൊരു ഗ്യാപ്പ് കിടക്കുന്നത് കൂടുതൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടൂൾ എന്നുള്ളതിനപ്പുറത്തേക്ക് SME സംബന്ധിച്ചിടത്തോളം ഈ ക്ലാരിറ്റിയിലാണ് ഇപ്പൊ നല്ലൊരു ഗ്യാപ്പ് ഉള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്.